പത്തനംതിട്ടയിൽ സർക്കാർ ഓഫീസിലെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ച് വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ പകർത്തി. അടൂർ ജില്ലാ നിർമ്മിതി കേന്ദ്ര ഓഫീസിലാണ് സംഭവം. ഇതേ ഓഫീസിലെ ഡ്രൈവർ ഹരികൃഷ്ണനാണ് പ്രതി. എ വി ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. എങ്ങനെയാണ് ഇതിൽ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വനിതാ ജീവനക്കാർ അറിഞ്ഞത്? ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് ശൗചാലയത്തിൽ മൊബൈൽ ഫോൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ താൽക്കാലിക ജീവനക്കാരൻ ഹരികൃഷ്ണനെയാണ് എന്തായാലും പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പത്തനംതിട്ട അടൂരിലെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ഓഫീസിലായിരുന്നു സംഭവം. ഈ ഹരികൃഷ്ണൻ ഇതേ ഓഫീസിലെ ഡ്രൈവറാണ്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചില ജീവനക്കാർക്കൊക്കെ സംശയം തോന്നി പിടികൂടി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇങ്ങനെ ശുചിമുറിയിൽ ഉൾപ്പെടെ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയെന്ന് മനസ്സിലാക്കി. എന്തായാലും ഇത് പിടികൂടി എന്നറിഞ്ഞുകൂടി ഈ ഹരികൃഷ്ണൻ ഒളിവിൽ പോവുകയുണ്ടായി. പിന്നീട് ഇന്നെന്തായാലും രാത്രിയോടുകൂടി പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇങ്ങനെ സ്ത്രീകൾക്ക് ഉൾപ്പെടെ സുരക്ഷ ലഭിക്കേണ്ട ഒരു സ്ഥലമാണ് ഒരു സർക്കാർ ഓഫീസ് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാർ തന്നെ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. ഇങ്ങനെ താൽക്കാലിക നിയമനമൊക്കെ നടത്തുമ്പോൾ അവരുടെ സ്വഭാവം കൂടി പരിശോധിക്കേണ്ടേ എന്നൊരു ചോദ്യം വീണ്ടും ഇങ്ങനെ ഉയർന്നു വരികയാണ്. കാരണം വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്, അവർക്ക് വേണ്ട സുരക്ഷ അത് വളരെ പ്രധാനവുമാണ്. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.